മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണാനായി കണ്ടെത്തിയ അല്ലെങ്കിൽ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി എന്നാണ് പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. അത് വേറൊന്നുമല്ല, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുമ്പാകെ വന്ന എല്ലാ കേസുകളും അവസാനിപ്പിക്കുന്നതായിട്ട് പോലീസിന്റെ റിപ്പോർട്ട് വന്നതായിട്ട് മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. ആദ്യം 21 കേസുകളും പിന്നീട് വന്ന കേസുകളുമടക്കം 35ഓളം കേസുകളാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുമ്പാകെ വന്നത്. മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസുകളായിരുന്നു അത് പലതും. ഈ കേസുകളുമായിട്ട് കേസുകൾ കൊടുത്ത വ്യക്തികൾ സഹകരിക്കാത്ത കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കേസുകൾ പോലീസ് പിൻവലിക്കുന്നത്. കാരണം കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് സഹകരിക്കാൻ കേസ് കൊടുത്തവരാരും തന്നെ തയ്യാറല്ല. മലയാളത്തിലെ പ്രമുഖ സംവിധായകർക്കെതിരെയും നടന്മാർക്കെതിരെയും അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പല കേസുകളും പുറത്തു വന്നത്. നിർഭാഗ്യവശാൽ ആ കേസുകളടക്കമാണ് ഇപ്പോൾ പിൻവലിക്കപ്പെടുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന രീതിയിൽ സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി സൃഷ്ടിക്കപ്പെട്ട ഒരു കമ്മിറ്റി എന്തുകൊണ്ടും നല്ല തന്നെയായിരുന്നു. എന്തുകൊണ്ടും ആ കമ്മിറ്റി മലയാള സിനിമയ്ക്ക് ഒട്ടേറെ ഗുണം ചെയ്യുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. സിനിമയ്ക്ക് എപ്പോഴും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായിട്ട് ഒരു കമ്മിറ്റി അനിവാര്യമാണ്. അതെല്ലാം കൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മികച്ച പ്രവർത്തനങ്ങളായിരുന്നു കാഴ്ചവെച്ചത്. പക്ഷെ ഇപ്പോൾ ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലമുണ്ടായില്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നിലവിൽ വന്നത്. ഇപ്പോഴിതാ മല പോലെ വന്നത് ഇടി പോലെയായി എന്ന് പറയുന്നത് പോലെ ഒരു പ്രയോജനമില്ലാത്ത ഒരു പാഴ്വേലയായി അത് മാറിയിരിക്കുന്നു എന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ ഒരു സംഭവമായിട്ട് വേണം കാണാൻ.